നമസ്കാരം വ്യൂവേഴ്സ്. ഇന്നത്തെ എപ്പിസോഡ് തൈറോയിഡിൻ്റെ അസുഖത്തിനെ കുറിച്ചാണ്. സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോൾ തന്നെ അത് സബ് ക്ലിനിക്കലാണ്. ക്ലിനിക്കൽ അല്ലാതെ അതിൻ്റെ ഒരു താഴെയുള്ള ഒരു ഡിവിഷൻ സബ് ക്ലിനിക്കലാണ് അത് അറിയപ്പെടുന്നത്. എന്താണ് ഈ സബ് ക്ലിനിക്കൽ? ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ഞാനൊരു ആളിന് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളിന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ക്ലിനിക്കലി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ടെസ്റ്റിൻ്റെ പോലും ആവശ്യം വരില്ല. അതാണ് ക്ലിനിക്കൽ എന്ന് പറയുന്നത്. ഈ സബ് ക്ലിനിക്കൽ എന്ന് പറയുന്നത് അങ്ങനത്തെ ക്ലിനിക്കലി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ പേഷ്യൻസിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ക്ലിനിക്കലി നമുക്കൊരു ക്ലൂ പോലും കിട്ടില്ല. അതാണ് ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം. TSH എന്ന ഒരു വാല്യൂ ഉണ്ട്, T4 T3 എന്ന് പറയുന്ന വാല്യൂസും ഉണ്ട്. അപ്പോൾ ഈ TSH എന്ന് പറയുന്ന വാല്യൂ എലിവേറ്റഡ് ആണെങ്കിൽ യൂഷ്വൽ വാല്യൂ പറയുന്നത് അപ് ടു 4.5 ആണ് നോർമൽ വാല്യൂ. അപ്പോൾ ഈ 4.5യുടെ മുകളിൽ TSH പോയി പ്ലസ് ഈ T4 ഹോർമോണിൻ്റെ ലെവൽ നോർമലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ TSH വാല്യൂ 12 ആഴ്ചയുടെ മുകളിൽ പ്ലസ് ഒരു നോർമൽ T4 ലെവൽ ഉണ്ടെങ്കിൽ അതിനാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് ചിലപ്പോൾ നോർമലായി മാറാം, ചിലപ്പോൾ ഇത് വേറെ തൈറോയിഡ് അസുഖമായിട്ട് തന്നെ ഹൈപ്പോതൈറോയിഡിസമായിട്ട് തന്നെ മാറാൻ ചാൻസ് ഉണ്ട്. ആർക്കാണ് ഈ ഹൈപ്പോതൈറോയിഡിസമായിട്ട് മാറാൻ ചാൻസ് ഉള്ളത്? ഒരുപാട് പ്രായമുള്ളവർ, പിന്നെ സ്ത്രീകൾ, ഇനി അടുത്ത് TPO ആൻറ്റിബോഡി ഉണ്ട്, അത് പോസിറ്റീവ് ആണെങ്കിൽ, പിന്നെ TSH വാല്യൂ 10ൻ്റെ മുകളിലുള്ളവർ, വേറെ എന്തെങ്കിലും റേഡിയേഷൻ കഴിഞ്ഞവർ, പിന്നെ ഒരുപാട് അയോഡിൻ എടുത്തവർ, അവർക്കൊക്കെയാണ് ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം കംപ്ലീറ്റ് ഹൈപ്പോതൈറോയിഡിസമായിട്ട് മാറാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ, എന്താണ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ഇല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? യൂഷ്വലി ഈ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഹാർട്ടിലുണ്ട്. അപ്പോൾ ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന സംഭവത്തിനും ഹാർട്ടിൻ്റെ മുകളിൽ ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ കൊളസ്ട്രോളിൻ്റെ വേരിയേഷൻ ഉണ്ടാവാം, ഹാർട്ടിൻ്റെ റേറ്റ് റിതമൊക്കെ മാറ്റങ്ങൾ വരാം, പിന്നെ വെൻട്രിക്കിളിൻ്റെ ഫങ്ഷൻ കുറയാം, ഹാർട്ടിൻ്റെ ഫങ്ഷൻ കുറയാം, പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസൊക്കെ കൂടുതലുണ്ട്, ഹാർട്ട് ഫെയിലിയർ ആവാനുള്ള ചാൻസും കൂടുതലുണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികളിൽ ഈ ഹൈപ്പോതൈറോയിഡിസം സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പ്രഗ്നൻസിയുടെ ഇടയ്ക്ക്, പിന്നെ അബോർഷനായി പോകാൻ, മിസ്കാരേജ് ആയി പോകാൻ, കുട്ടി മരണപ്പെട്ടു പോകാനും ചാൻസ് ഉണ്ട്, പിന്നെ കുട്ടിയുടെ ഗ്രോത്ത് വെയിറ്റ് ഒന്ന് നന്നായിട്ട് കുറഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. 2.5 കിലോയുടെ താഴെയായിരിക്കും ജന്മ വെയിറ്റ് കുട്ടിയുടെ. പിന്നെ ഇനി അടുത്ത് കുട്ടിയുടെ വളർച്ച, ന്യൂറോളജിക്കൽ രീതിയിലുള്ള വളർച്ച, പിന്നെ അടുത്തടുത്ത് മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ്, അതെല്ലാം ഒന്ന് ബുദ്ധിമുട്ട് ആവാൻ അല്ലെങ്കിൽ കുറയാൻ ചാൻസ് ഉണ്ട്. ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു സിംറ്റംസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിനൊരു ഏറ്റിപ്പിക്കൽ സിംറ്റംസ് ഉണ്ടാവും. നമുക്ക് യൂഷ്വലി നമ്മൾ കാണുന്നത് ടയർഡ്നെസ്, ഒരുപാട് ക്ഷീണമെന്ന് പറയും, പിന്നെ എന്തെങ്കിലും ഒരു മെൻ്റലായിട്ട് ഒരു ഡിസ്റ്റർബൻസ്, ഒരു ആങ്സൈറ്റി കൂടുതൽ, പരവേശം കൂടുതൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് സങ്കടം, വരുത്തം, അല്ലെങ്കിൽ ഓർമ്മ കുറവ്, അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ കൊണ്ട് ആൾക്കാർ വരും. അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകാറുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ടെൻഷൻ വരുമ്പോൾ നമ്മൾ വിഷമിക്കും, ചിലപ്പോൾ പരവേശം ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ഒരുപാട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവും, ഉറക്കം ശരിയല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ ആൾക്കാരും ദിവസം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സിംറ്റംസ് വെച്ചിട്ട് മാത്രം നമുക്ക് സബ് ക്ലിനിക്കലിന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ നമ്മൾ ഡയഗ്നോസ് ചെയ്യണം, അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. ഈ ടയർഡ്നെസ് മാത്രമേ ഉള്ളൂ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് മാറ്റം ഉണ്ടാവുന്നത്. ഒരു പേഷ്യൻറ്റ് ടയർഡ്നെസ് ഉണ്ടെന്ന് പറയുവാണെങ്കിൽ അവർക്ക് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ തൈറോക്സിൻ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ഷീണം നല്ല രീതിയിൽ മാറി കിട്ടും. ബാക്കി ഞാൻ പറഞ്ഞ സിംറ്റംസ് ഒന്നും കാര്യമായിട്ട് മാറ്റം ഉണ്ടാവാറില്ല. ഇനി അടുത്ത് വരുന്നത് ഒരുപാട് വെയിറ്റ് ഉള്ളവർ, ഓവർ വെയിറ്റ് ഉള്ളവർ, ഒബേസിറ്റി ഉള്ളവർ ഈ TSH സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസമായിട്ട് വരും. അവർക്ക് വെയിറ്റ് കുറച്ചാൽ തന്നെ ഈ TSH ചിലപ്പോൾ നോർമലായി മാറും. അപ്പോൾ ഈ അങ്ങനത്തെ പേഷ്യൻസിന് എന്താ സംഭവിച്ചാൽ ആ ഒരു പ്രത്യേകിച്ച് ടൈം പീരീഡ്, ആ ഒരു വെയിറ്റ് അനുസരിച്ച് അവരുടെ TSHും ശകലം കൂടി പോകും. അപ്പോൾ വെയിറ്റ് കുറച്ചാൽ തന്നെ
TSH കുറയാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്തുള്ളത് ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ട് ഈ TSHൻ്റെ വേരിയേഷൻ വരാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യൂഷ്വലി ഒരു 6 ആഴ്ച മുതൽ 12 ആഴ്ചയുടെ ഉള്ളിൽ നമ്മൾ TSH ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അതേ രീതിയിൽ നിൽക്കുന്നുണ്ടോ, കുറവുണ്ടോ, കൂടുതലുണ്ടോ, നോർമലായി പോയോ, അതെല്ലാം അറിയാൻ വേണ്ടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ഒരു റീഡിങ് കൊണ്ട് മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് ഒരു സിംറ്റംസ് ഇല്ലെന്ന് വെച്ചോ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സിംറ്റംസ് ഇല്ല, വേറെ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഈ വാല്യൂ മാത്രം കൂടുതലുണ്ട്, 6 ആഴ്ച കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും വാല്യൂ മാത്രം കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പോഴും കൂടുതലാണെങ്കിൽ വർഷം നമുക്കത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. 10ൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്തായാലും അതിന് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ TSH ലെവൽ നോർമലായിപ്പോയി, കൂടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഇനി അടുത്ത് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആ ഒരു സമയം മാത്രം എന്തോ ഒരു കാരണം കൊണ്ട് അത് കൂടി, പിന്നെ അത് തന്നെ നോർമലായി പോയി. ഇനി അടുത്ത് ഞാൻ യൂഷ്വലി എൻ്റെ പ്രാക്ടീസിൽ കാണുന്നത് ഗർഭിണികളിലുള്ള ഈ ഹൈപ്പോതൈറോയിഡിസം, സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ സമയം ആയിരിക്കാം ഈ TSH ഉണ്ടെന്ന് പോലും അവർ അറിയപ്പെടുന്നത്. ചിലപ്പോൾ നേരത്തെ ടെസ്റ്റ് ഒന്നും ചെയ്തില്ലായിരിക്കും, പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് അവർ TSH നോക്കി കാണും, അപ്പോഴായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ് ചെയ്യും. സംഭവം എന്താ വെച്ചാൽ ലോവസ്റ്റ് ഡോസ് ഏതാ വെച്ചാൽ ആവശ്യം, അതിൽ നമുക്ക് TSH നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഡോസേജ്, റെക്കമെൻഡ് ചെയ്യുന്ന ഡോസേജ്. ഈ ഗൈഡ് ലൈൻസ് പറയുന്നത് 1.2 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 60 കിലോ സ്ത്രീക്ക് ഏകദേശം 75 മൈക്രോഗ്രാം തൈറോക്സിൻ്റെ ആവശ്യം വരും. പക്ഷേ നമ്മൾ പ്രാക്ടീസിൽ യൂഷ്വലി 25 മൈക്രോഗ്രാമേ കൊടുക്കുമായിരിക്കുള്ളൂ. 25 മൈക്രോഗ്രാമിൽ അവർക്ക് കൺട്രോളായി കിട്ടുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ആ ഒരു റേഞ്ച് തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. അങ്ങനെ ചെയ്തിട്ടും പല ആൾക്കാർ ചോദിക്കാറുണ്ട്, ഡോക്ടർ ഞാൻ തൈറോക്സിൻ എടുക്കുന്നുണ്ട്, 25 മൈക്രോഗ്രാം എടുക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ, ഞാനത് 12.5 ആക്കട്ടെ, 12.5 കഴിക്കുന്നവർ ഡോക്ടർ എനിക്ക് തൈറോയ്ഡ് ഇല്ല, ഞാനത് പകുതി ആക്കട്ടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. റെക്കമെൻഡേഷനും നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഡോസിലാണ് നിങ്ങളുടെ തൈറോയ്ഡ് സ്റ്റേറ്റസ് ഒന്ന് നോർമലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഏറ്റവും ലോവസ്റ്റ് ഡോസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് അത് ചെയ്തില്ലെങ്കിൽ അതിനായിട്ട് ഉണ്ടാവാനുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പ്രഗ്നൻസിയുടെ ഇടയ്ക്ക് എത്രത്തോളം TSH വാല്യൂ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം? TSH എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ 12 ആഴ്ച വരെ നമുക്ക് 2.5 താഴെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് തന്നെ 28 ആഴ്ചയുടെ ഉള്ളിൽ നമ്മൾ ഈ 3 അല്ലെങ്കിൽ 4 ആ ഒരു റേഞ്ചിൻ്റെ താഴെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസിയിലും നമ്മൾ 3 മുതൽ 4 വരെയുള്ള വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യണം. 12 ആഴ്ചയുടെ മുൻപ് 2.5 വാല്യൂ ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് 3 to 4 അല്ലെങ്കിൽ 3യുടെ താഴെ അല്ലെങ്കിൽ 4യുടെ താഴെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണം. അപ്പോൾ ഈ ലോവസ്റ്റ് ഡോസ് ഓഫ് തൈറോക്സിനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഈ തൈറോക്സിൻ ടാബ്ലറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്? ആദ്യം തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചാൽ യൂറിൻ ഒരുപാട് പോകാൻ ചാൻസ് ഉണ്ട്. ഈ യൂറിൻ പോകുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വോളിയം, ഫ്ലൂയിഡ് വോളിയം ഒന്ന് കുറയും, ഷിഫ്റ്റ് ആവും. അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് വെയ്റ്റിൻ്റെ കുറച്ച് ലോസ് ഉണ്ടാവാനും ചാൻസ് ഉള്ളത്. അത് തന്നെ വെയ്റ്റ് ഒരുപാട് വേറെ രീതി കൊണ്ടല്ല കുറയുന്നത്, ഈ വെള്ളം പുറത്തോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് വെയ്റ്റ് കുറയാൻ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ ഈ എല്ലാവർക്കും നമ്മൾ ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ട്രീറ്റ് ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല. 4.5 വരെ നോർമലാണ്. ഈ 4.5ൻ്റെ മുകളിൽ പോയാലാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. 4.5 മുതൽ 10ൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് കുറച്ചൊരു സബ്സെറ്റ് ഓഫ് ആൾക്കാരിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. 10ൻ്റെ മുകളിൽ പോയാൽ തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യണം, അതാണ് ഗൈഡ് ലൈൻസ്. 4.5ന് 10 വരെ നമുക്ക് വാല്യൂ ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? 65 വയസ്സിന് താഴെയുള്ളവർ ഹൈപ്പോതൈറോയിഡിസമിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. T4 ലെവൽ നോർമൽ ആയാലും TSH 4.5 to 10ൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ട് സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കവർ ട്രീറ്റ് ചെയ്യണം. പിന്നെ ഹാർട്ട് സംബന്ധിച്ച് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, ഡയബറ്റിസ്, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ അങ്ങനത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് തൈറോക്സിൻ മരുന്ന് കൊടുക്കണം. ഇനി അടുത്ത് കുട്ടികളില്ലാത്തവർ, ഇൻഫെർട്ടിലിറ്റി ഉള്ളവർ, സ്ത്രീകൾ, അവർക്ക് പിന്നെ ഈ മാസക്കുളി കൃത്യമായിട്ടില്ലാത്തവർ, അവർക്കൊക്കെ നമ്മൾ തൈറോക്സിൻ സപ്ലിമെൻറ്റ് ചെയ്യും. ഇനി അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിബോഡി ടൈറ്റർ ഒരുപാട് കൂടുതലുള്ളവർക്കും നമ്മളിത് സജസ്റ്റ് ചെയ്യും. ഇനി അടുത്ത് ഇവിടെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വീക്കം ഉണ്ട്, ഗോയിറ്റർ ഉണ്ട്. അത് ചിലപ്പോൾ ഫുള്ളായിട്ട് വീക്ക് ഉണ്ടാകും, ചിലപ്പോൾ ഒരു ഭാഗം മാത്രം ഒരു
ചെറിയ ഒരു കട്ടി പോലെ ഉണ്ടാകും, നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും, അവർക്കും നമ്മൾ തൈറോക്സിൻ കൊടുക്കും. ഇനി അടുത്ത് കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾക്കും നമുക്ക് ഈ തൈറോക്സിൻ നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം പറയുന്നത് സിംറ്റംസ് കാര്യമായിട്ട് ഉണ്ടാവില്ല, TSHൽ മാത്രം വേരിയേഷൻ ഉണ്ടാവും. അതിൽ 4.5 മുതൽ 10 ഒരു സബ്സെറ്റ് ഓഫ് ആൾക്കാരിനെ ട്രീറ്റ് ചെയ്യണം. 10ൻ്റെ മുകളിലുള്ളവർക്ക് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരെയും നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്സിനെ കുറിച്ച് അറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുക. ആരോഗ്യമായിട്ട് ജീവിക്കൂ. നന്ദി, നമസ്കാരം.